അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ പാർട്ട് 2ലേക്കാണ് കടന്നിരിക്കുന്നത്. പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, അതായത് നമ്മളൊരു അസറ്റിന് ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നാമതായി പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റാണ്. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്, അത് എന്ന് പറയുന്നത് നമ്മൾ അസറ്റിന് കൊടുക്കുന്ന മൂല്യം മാത്രമല്ല, അതിനകത്ത് വേറെയും കുറേയധികം ഘടകങ്ങൾ വരാറുണ്ട്. അതായത് നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ അതിനൊരു ലിസ്റ്റ് വില ഉണ്ടാകും, അല്ലെങ്കിൽ കാറ്റലോഗ് പ്രൈസ്. അത് കൂടാതെ നമ്മളത് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചിലവാകുന്ന കടത്തുകൂലി, യാത്രാ ഇൻഷുറൻസ്, ആ സ്ഥാപനത്തിലേക്ക് ഈ സാധനം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് യാത്രാ ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, പിന്നെ അതേപോലെ ബ്രോക്കറേജ്, കമ്മീഷൻ, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേരുന്നതാണ് ആസ്തിയുടെ ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് പ്രൈസ് മാത്രം എടുത്താൽ പോരാ, ഇത് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അത് നമ്മൾക്ക് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവുകളും കോസ്റ്റ് ഓഫ് അസറ്റിൽ പെടുന്നതാണ്. രണ്ടാമതായി നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ. അതായത് നമ്മളുടെ ആ അസറ്റിൻ്റെ ഉപയോഗ കാലക്രമം കഴിയുമ്പോൾ, അതായത് നമ്മളൊരു മെഷീനറി വാങ്ങി 5 വർഷം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കരുതുക. 5ാമത്തെ വർഷം കഴിയുമ്പോൾ നമ്മളതിനെ വിറ്റ് കളയും. അപ്പോൾ അതിന് നമുക്കൊരു തുരുമ്പ് വില അല്ലെങ്കിൽ കുറച്ച് വില നമുക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട്, അല്ലേ, വിറ്റ് കളയുമ്പോൾ. അങ്ങനെയുള്ളതിന് നമ്മൾ റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ തുരുമ്പ് വില എന്നോ അവശിഷ്ട വിലയെന്നോ ആക്രി വിലയെന്നോ ഒക്കെ പറയാം. അപ്പോൾ ആസ്തിയുടെ ഉപയോഗം കാലഘട്ടത്തിൻ്റെ അവസാനം അത് വിറ്റാൽ ലഭിക്കുന്ന തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവശിഷ്ട വില എന്നോ ആക്രി വില എന്നോ ഒക്കെ പറയാൻ സാധിക്കും. അപ്പോൾ അതും നമ്മളുടെ ഡിപ്രീസിയേഷനെ സ്വാധീനിക്കുന്നതാണ്. പിന്നെ ഡിപ്രീസിയബിൾ കോസ്റ്റ്, അതായത് നമ്മളുടെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 2 ഘടകങ്ങൾ ചേരുമ്പോഴാണ് മൂന്നാമത്തെ ഘടകമായ ഡിപ്രീസിയബിൾ കോസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത്. അതായത് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ, അതായത് എത്രമാത്രമാണ് തേഞ്ഞു പോകുന്നത്, അസറ്റിൻ്റെ എത്രമാത്രം ഭാഗം തേഞ്ഞു പോകും, അതാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിൻ്റെ വിലയിൽ നിന്ന് അതിൻ്റെ തുരുമ്പ് വില അല്ലെങ്കിൽ ആക്രി വില വിറ്റാൽ എത്ര കിട്ടുമോ അത് കുറയ്ക്കുമ്പോൾ. അപ്പോൾ അസറ്റിൻ്റെ വിലയിൽ നിന്ന് അസറ്റിന് ആകെയാകുന്ന മൂല്യത്തിൽ നിന്ന് തുരുമ്പ് വില കുറച്ച് കിട്ടുന്നത് മുഴുവൻ നമ്മൾ തേയ്മാനത്തിലൂടെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. അതായത് തേയ്മാനത്തിലൂടെ നമുക്ക് എത്രമാത്രം അസറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെടും, അതാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അസറ്റ് വാങ്ങുന്നു, 10,000 രൂപ നമുക്കത് വിറ്റാൽ അവസാനം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് 10,000 രൂപ നമുക്ക് കിട്ടുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എത്രയാണെന്ന് അറിയാമോ? 1 ലക്ഷത്തിൽ നിന്ന് 10,000 കുറയ്ക്കണം, അതായത് 90,000 രൂപ കുറയ്ക്കണം. എന്ന് വെച്ചാൽ 90,000 രൂപ നമുക്ക് നഷ്ടപ്പെടും, അത് ഉപയോഗിച്ച് നമുക്ക് നഷ്ടപ്പെടും. ആ ഉപയോഗിച്ച് നഷ്ടപ്പെടുന്ന അസറ്റിൻ്റെ മൂല്യമാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് അസറ്റും രണ്ടാമത് പറഞ്ഞ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ, ഇതിനെ രണ്ടിനെ ആശ്രയിച്ചിട്ടാണ് മൂന്നാമത്തെ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് പിന്നെ മൂന്നാമത് നമ്മൾ പറയാം തേയ്മാനത്തിന് വിധേയമാകുന്ന ആസ്തി മൂല്യം. അതായത് നമ്മൾ എന്താണ് ആസ്തിക്ക് നമ്മൾക്ക് എത്രമാത്രം അസറ്റുകൾ അല്ലെങ്കിൽ അസറ്റിൻ്റെ എത്രമാത്രം ഭാഗം തേയ്മാനത്തിന് വിധേയമാകും, അതാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പിന്നെ നാലാമതായി പറയാൻ പറ്റുന്നത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റാണ്. അതായത് എത്ര നാൾ നമുക്ക് ഈ അസറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എത്ര നാൾ ഈ പറയുന്ന ആസ്തി ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആസ്തിയുടെ പിന്നെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഏതെല്ലാം മെത്തേഡുകളാണ് നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. മെത്തേഡിൽ ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. രണ്ടാമത്തത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. മൂന്നാമതൊരു അന്യൂറ്റി മെത്തേഡ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്, അതേപോലെ തന്നെ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡ്, അതേപോലെ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, അതേപോലെ തന്നെ അങ്ങനെ 6 നമുക്ക് അതേപോലെ വിവിധ മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഏറ്റവും നമ്മൾ നമ്മുടെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡുമാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് പ്രൊഫഷണലി അക്സെപ്റ്റഡ് മെത്തേഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഡിപ്രീസിയേഷനിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട 2 മെത്തേഡുകളാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും വിളിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്? അത് ഇറ്റ് ഈസ് ദി ഏർലിയസ്റ്റ് മെത്തേഡ്. നമ്മൾ ആദ്യം പറഞ്ഞു ഏറ്റവും ഡിപ്രീസിയേഷൻ തുടങ്ങിയ സമയത്തുള്ള ഏറ്റവും ആദ്യത്തെ മെത്തേഡ് എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഏർലിയസ്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമൈൻ അൺചേഞ്ച്ഡ് ഫ്രം ടൈം ടു ടൈം. അതായത് നമ്മളുടെ ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. അതായത് എല്ലാ വർഷവും നമ്മൾ ഒരേ അളവിലുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു സൂത്രവാക്യം ഉള്ളതെന്ന് പറയുന്നതാണ്. ഡിപ്രീസിയേഷൻ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്: കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അതായത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ അസറ്റിൻ്റെ വിലയിൽ നിന്ന് അതതിൻ്റെ തുരുമ്പ് വില കുറച്ചതിന് ശേഷം എത്ര നാൾ ഉപയോഗിക്കാൻ സാധിക്കുമോ ആ കാലാവധി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ലഭിക്കും. അതേപോലെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് ഈ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എത്രയാണ്, ആദ്യത്തതിൽ നമുക്ക് എത്ര തുക ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാമെന്ന് കിട്ടുന്നു. റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച ഡിപ്രീസിയേഷനെ കോസ്റ്റ് ഓഫ് അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇനി നമുക്കതൊരു ഇല്ലുസ്ട്രേഷൻ വെച്ച് എങ്ങനെയാണ് ഈ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Assume traders purchased a machinery for 70,000 and spent rupees 14,000 for transport and installation of the asset. The pre-operating cost of the asset was 16,000. The asset fetches 20,000 at the end of its useful life. The asset can economically used for 10 years. Calculate annual depreciation and the rate of annual depreciation. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് അശ്വിൻ ട്രേഡേഴ്സ് നമ്മളുടെ ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്. ആ മെഷീനറിക്ക് വേണ്ടിയിട്ട് 70,000 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അപ്പോൾ 70,000 രൂപ മെഷീനറി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. 14,000 രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മെഷീനറി വാങ്ങി, 14,000 രൂപ മെഷീനറി നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചു. അതിനുശേഷം ഒരു 16,000 രൂപ, അതായത് നമ്മൾ ഈ മെഷീനറി ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറേയധികം ചിലവുകൾ ഇതിനുണ്ടാകാറുണ്ട്. പലതരത്തിലുള്ള ഫിക്സേഷനും ഒരു ട്രയൽ റണ്ണും ഒക്കെ നടത്താറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാകും. അതിനെ പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അത് മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് നമ്മുടെ കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വരെയുള്ള ചിലവുകൾ, അതാണ് പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അസറ്റ് കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതിൻ്റെ വാണിജ്യപരമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എല്ലാ ചിലവുകളും ആസ്തിയുടെ ചിലവായിട്ട് പരിഗണിക്കണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അസറ്റ് ഫെച്ചസ് 20,000 അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അവസാനം, അതായത് എത്ര നാൾ ഉപയോഗിക്കാമോ അത്ര നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾ വിൽക്കുമ്പോൾ 20,000 രൂപ നിങ്ങൾക്ക് അതിൻ്റെ തുരുമ്പ് വിലയായിട്ട് കിട്ടും. അസറ്റ് എക്കണോമിക്കലി യൂസ്ഡ് ഫോർ 10 years. അസറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ 10 വർഷം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷനും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അസറ്റിൻ്റെ വില കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ കുറച്ചതിന് ശേഷം യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് എത്ര വർഷം ഉപയോഗിക്കാമോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഓരോ വർഷവും എത്രമാത്രം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെന്ന് കിട്ടും. നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പർച്ചേസ് പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ, പ്രീ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അസറ്റ് കൊണ്ടുവന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള എല്ലാ ചിലവുകളും കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. 70,000 രൂപ നമ്മൾ അസറ്റ് വാങ്ങിയ ചിലവ്, 14,000 രൂപ അത് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന ചിലവ്, അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് 16,000 രൂപ നമ്മൾ ചിലവാക്കി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 1,00,000 രൂപ ചിലവാക്കി. ഈ അസറ്റ് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് 1,00,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഇനി നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എത്രയാണ്?
റെസിഡ്യൂവൽ വാല്യൂ നമുക്ക് വിൽക്കുമ്പോൾ എത്ര കിട്ടും, 20,000 രൂപ കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇനി യൂസ്ഫുൾ ലൈഫ് എത്ര നാൾ ഉപയോഗിക്കാമത്, 10 വർഷം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും, ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും, അതായത് 1,00,000 നിന്ന്, അതായത് അതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്, അതിൽ നിന്ന് 20,000, അതായത് റെസിഡ്യൂവൽ വാല്യൂ കുറച്ച് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആനുവൽ ഡിപ്രീസിയേഷൻ, അതായത് 8,000 എന്ന് കിട്ടും. അപ്പോൾ എത്ര രൂപയാണ് ആനുവൽ, അതായത് നിങ്ങൾ ഓരോ വർഷം എത്ര രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, 8,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ നിങ്ങൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ ഇത്രയാണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കണം. ഓരോ വർഷം 8,000 രൂപ ചാർജ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എത്ര ശതമാനമാണ് ഈ 1,00,000 ഈ 8,000 എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്. ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച ആനുവൽ ഡിപ്രീസിയേഷനെ കോസ്റ്റ് ഓഫ് അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആനുവൽ ഡിപ്രീസിയേഷൻ ഇവിടെ എത്രയാണ്, 8,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആനുവൽ ഡിപ്രീസിയേഷൻ 8,000 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്, 1,00,000, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 8,000ത്തെ 1,00,000 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയായിട്ട് പറയും, 8% എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷനും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷനാണ് പലപ്പോഴും കണക്കുകൾ വേണ്ടത്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തരും, നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷനാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഇതാണ് ഇല്ലസ്ട്രേഷൻ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തത്. അതായത് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റുള്ള മെത്തേഡിനെ അപേക്ഷിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് അസറ്റ്സ് ക്യാൻ ബി ഡിപ്രീഷിയേറ്റഡ് ടു സ്ക്രാപ്പ് വാല്യൂ ഓർ സീറോ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുകയാണെങ്കിൽ അവസാനം നിങ്ങളുടെ അസറ്റിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂയിലോട്ടോ കൊണ്ടുവരാൻ പറ്റും. അതായത് നിങ്ങൾ ഇതിൻ്റെ ഉപയോഗകാലക്രമം കഴിയുമ്പോൾ അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് 0 മാറും. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് എഴുതി തള്ളാൻ പറ്റും. സ്ക്രാപ്പ് വാല്യൂ വരെ ഫുള്ളായിട്ട് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എവറി ഇയർ മേക്സ് ഈസി കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ്. അതായത് നമ്മൾ എല്ലാ വർഷവും തേയ്മാനം ഒരേപോലെ കണക്കാക്കുന്നത് കൊണ്ട് വിവിധ വർഷങ്ങളിലെ ലാഭനഷ്ട കണക്കുകൾ താരതമ്യം ചെയ്യാൻ എളുപ്പം പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ മീനിങ് ഫുൾ ആവും. എല്ലാ വർഷവും തുല്യമായ ഡിപ്രീസിയേഷനാണ്. അതുകൊണ്ട് ലാഭനഷ്ട കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മീനിങ് ഫുള്ളായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്നും കൂടെ നമ്മൾ പറയുന്നു, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് ഈസ് സർട്ടൺ ആൻഡ് ഈക്വൽ യൂസ് ഓഫ് അസറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. എക്സാമ്പിൾ ലീസ് ഹോൾഡ് ബിൽഡിംഗ്. അതായത് നമ്മൾ ചില ആസ്തികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം എല്ലാ വർഷവും തുല്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിടം എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വീട് 5 വർഷത്തേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 വർഷം നമുക്ക് തുല്യമായിട്ട് ഉപയോഗിക്കാമല്ലോ, അല്ലേ? 5 വർഷവും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഉപയോഗം തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീസ് ഹോൾഡ് ബിൽഡിംഗ്, ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ കെട്ടിടം എടുക്കുന്ന അങ്ങനെയുള്ള രീതികളിൽ എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലക്രമങ്ങളിലും ഒരേപോലെ ഉപയോഗം കിട്ടുന്ന ആസ്തികളുടെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പറയുന്ന ഫ്രാഞ്ചൈസികൾ, ലീസ് ഹോൾഡ് ബിൽഡിങ്, അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ സാധിക്കും. അതായിരിക്കും കുറേം കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എന്തെല്ലാമാണ് ഈ പറയുന്ന മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഈക്വൽ യൂസ് ഓഫ് അസറ്റ് ഈസ് എ ഫോൾട്ടി അസംഷൻ ആണ്. എല്ലാ അസറ്റിനെയും കാര്യത്തിൽ നമുക്ക് ഈക്വൽ യൂസ്
എല്ലാ അസറ്റുകളും ഒരേപോലെ എല്ലാ വർഷവും ഒരേപോലെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു തെറ്റായ സങ്കല്പമാണ്. കാരണം ചില അസറ്റുകളുടെ ഉപയോഗം ആദ്യമേ വളരെ കൂടിയിരിക്കുകയും പിന്നീട് കാലക്രമത്തിൽ അതിൻ്റെ ഉപയുക്തത കുറഞ്ഞു വരികയും ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇവിടെ പരിഗണിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ അസറ്റ് ഈസ് മോർ ആൻഡ് റിപ്പയർ ചാർജസ് ഇസ് ലെസ് ഇൻ ഇനിഷ്യൽ ഇയേഴ്സ്. ദിസ് മെത്തേഡ് പ്രൊവൈഡ് ലെസ് ഡിപ്രീസിയേഷൻ ഇൻ ഇനിഷ്യൽ ഇയേഴ്സ് ആൻഡ് മോർ ഇൻ ലേറ്റർ ഇയേഴ്സ്. ഇതിൻ്റെ പ്രശ്നം ഇത്രയാണ്. നമ്മൾ ഈ പറയുന്ന ഡിപ്രീസിയേഷനും തേയ്മാനം കൂടെ എടുക്കുമ്പോൾ ഇതിൽ ആദ്യ വർഷങ്ങളിൽ കൊടുക്കുന്ന തുക അല്ലെങ്കിൽ തേയ്മാനമായി കൊടുക്കുന്ന തുക കുറവാണ്. രണ്ടാമത്തെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണ്. നമ്മൾ കൂടുതൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ റീസണിലേക്കൊന്നും പോകുന്നില്ല. ആദ്യ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇതിൽ ഈ പറയുന്ന മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. അതായത് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ആദ്യ വർഷങ്ങളിലാണ് ഭയങ്കരമായിട്ട് ഉണ്ടാകുക. പിന്നീട് വർഷം കഴിയുമ്പോൾ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എല്ലാ വർഷവും തുല്യ ഡിപ്രീസിയേഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷങ്ങളിൽ ഇവിടെ ഡിപ്രീസിയേഷൻ കുറവും പിന്നീട് ഡിപ്രീസിയേഷൻ കൂടുതലുമായ രീതിയിലാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യഥാർത്ഥത്തിൽ തുക തുല്യമാണ്, ശരിയാണ്. പക്ഷേ തുക തുല്യമാണെങ്കിലും യഥാർത്ഥത്തിൽ അസറ്റിന് തുടക്കത്തിൽ ഡിപ്രീസിയേഷൻ വളരെ കൂടുതലാണ്, അവസാനം വരെ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. പക്ഷേ ഈ മെത്തേഡിൽ എല്ലാ വർഷവും ഒരേ തുക ആയതുകൊണ്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ യഥാർത്ഥ ഡിപ്രീസിയേഷനേക്കാളും തുടക്കത്തിലെ ഡിപ്രീസിയേഷൻ കുറച്ചാണ് ഇതിൽ ചാർജ് ചെയ്യുന്നത്. അതിലെ വർഷാവസാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉപയോഗകാലക്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ ഡിപ്രീസിയേഷനേക്കാൾ കൂടുതൽ ഡിപ്രീസിയേഷൻ ഇതിൽ കൊടുക്കുന്നു എന്നൊരു പ്രശ്നം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ, നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് അടുത്ത ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതേപോലെ തന്നെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അങ്ങനെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണ്. അപ്പോൾ ഈ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് മറ്റേ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്കത് ഉപയോഗിക്കാം. അത് അക്കൗണ്ടിൽ ഈ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഇത്ര അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഇത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഏത് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? 2 പ്രധാനപ്പെട്ട രീതികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിങ് മെത്തേഡ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മെത്തേഡ് അനുസരിച്ചാണ്. 2 മെത്തേഡാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. അതായത് നമ്മളുടെ ഡിപ്രീസിയേഷനെ അസറ്റിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ അസറ്റിലേക്ക് ചാർജ് ചെയ്യുന്നു, അസറ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനമല്ലേ, തേയ്മാനം അസറ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? അസറ്റിന് അസറ്റ് കുറഞ്ഞു വരും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ കൊണ്ടുപോകില്ല, പകരം ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രൊവിഷൻ അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യത്തെ ഒരു രീതിയാണ് ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഒന്ന് നേരിട്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ മാറ്റും. രണ്ടാമത്തെ മെത്തേഡിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം. ആദ്യത്തെ മെത്തേഡിലുള്ള പ്രോബ്ലങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അടുത്ത ഒരു ഇല്ലുസ്ട്രേഷൻ, അതായത് അസറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയും, പ്രൊവിഷൻ വെക്കണമോ, ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ വെക്കണമോ എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അത് ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. പ്രൊവിഷൻ വെക്കണമെങ്കിൽ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയും. ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആ ഒരു രീതിയാണെങ്കിൽ പ്രത്യേകം അത് ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹിയർ ഡിപ്രീസിയേഷൻ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി അസറ്റ് അക്കൗണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ മെത്തേഡിൽ ഈ പറയുന്ന ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ അത് അസറ്റിൽ നിന്ന് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അസറ്റിന് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിൻ്റെ മൂല്യം കുറഞ്ഞു വരും. അപ്പം ചാർജിങ് ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും അസറ്റിലേക്ക് ചാർജ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അസറ്റിൻ്റെ മൂല്യം കുറഞ്ഞു വരും. തീർച്ചയായിട്ടും നമുക്കറിയാം.
അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പറയുന്ന മെത്തേഡിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അതായത് ഡിപ്രീസിയേഷൻ അസറ്റിലേക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ജേണൽ എൻട്രീസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. അസറ്റ് വാങ്ങുമ്പോൾ നമുക്കറിയാം, അതിന് നമ്മൾക്ക് എന്താണ്, അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് കൂടുന്നു അല്ലേ. അപ്പോൾ അസറ്റിന് ഡെബിറ്റും കടം വാങ്ങുകയാണെങ്കിൽ ആ കടം നൽകുന്ന ആളുടെ പേരെഴുതും, അല്ലെങ്കിൽ ബാങ്ക് വഴി നമ്മൾ അസറ്റ് വാങ്ങുന്നു എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അസറ്റ് കൂടുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക്, അല്ലെങ്കിൽ വെണ്ടർ. അതായത് ബാങ്ക് വഴി അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത്, അല്ലെങ്കിൽ വെണ്ടർ അല്ലെങ്കിൽ കടക്കാരൻ്റെ നിന്ന് നേരിട്ട് കടം വാങ്ങുന്നു. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ അസറ്റ് വാങ്ങാൻ സാധിക്കുക. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് കുറയുന്നു, ക്യാഷിന് ക്രെഡിറ്റ്. ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്കിന് ക്രെഡിറ്റ്. വെണ്ടർ കടം വാങ്ങുകയാണെങ്കിൽ കടക്കാരന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അസറ്റ് കൂടുമ്പോൾ എന്തായാലും അസറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കണമല്ലോ. ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അസറ്റ് കുറയണം അല്ലേ. അസറ്റിലേക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അസറ്റ് കുറയണം, അസറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും, അസറ്റ് കൂടാൻ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ. അസറ്റ് വാങ്ങുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയാൻ നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുന്നു, അപ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. അസറ്റിനെ എന്താ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, അസറ്റ് കുറയുന്നത് കൊണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അസറ്റ് കുറയുന്നു, അതുകൊണ്ടാണ് നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഈ പറയുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് കൊണ്ടുവരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് കൊണ്ടുവരുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ ലാഭനഷ്ട കണക്കിലേക്ക് എക്സ്പെൻസ് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ഇനി അത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ. എന്തായാലും ശരി, പ്രോഫിറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ് എന്ന് കരുതുക. ഈ ഡിപ്രീസിയേഷനെ ആയ എക്സ്പെൻസിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻകം ആണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അത് നമ്മളിനി പഠിക്കും. അപ്പോൾ ഡിപ്രീസിയേഷനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം എക്സ്പെൻസിനെ കൊണ്ടുപോകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം എന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രീസിയേഷൻ. കണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്താ കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒരു എക്സ്പെൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻകം ആണ് കൊണ്ടുവരുന്നതെങ്കിലോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്തായാലും എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ അങ്ങോട്ട് മാറ്റുന്നു. ഡിപ്രീസിയേഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഡിപ്രീസിയേഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, ആ എക്സ്പെൻസ് നമ്മൾ അസറ്റിലേക്ക് മാറ്റി അവസാനം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഡിപ്രീസിയേഷനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും ആലോചിച്ച് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒരു എക്സ്പെൻസ് കൊണ്ടുവരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ഡിപ്രീസിയേഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച്, അതായത് ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഈ മെത്തേഡിലുള്ള പ്രോബ്ലമാണ് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പ്രൊവിഷൻ വെച്ചുള്ള പ്രോബ്ലങ്ങൾ വളരെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ് അനുസരിച്ച് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. നമുക്ക് മറ്റൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് വരാം. Messrs. Singhania and Brothers purchased a plant for ₹5 lakh on April 1, 2002 and spent ₹50,000 for its installation. The salvage value of the plant after its useful life of 10 years is estimated to be ₹10,000. Record journal entries for the year 2002, 2003 and draw a plant account and depreciation account for first 3 years given that the depreciation is charged using straight line method. The books of account close on March 31st every year and the firm charges depreciation to the asset account. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെസ്സേഴ്സ് സിംഗാനിയ ബ്രദേഴ്സ് ഒരു പ്ലാന്റ് വാങ്ങി എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ കൊടുത്ത് ഏപ്രിൽ 1 തീയതി, ഏപ്രിൽ 1 എന്ന് പറയുന്നതായിരിക്കും മിക്കവാറും നമ്മുടെ അക്കൗണ്ടിങ് വർഷം തുടങ്ങുന്നത്. ഇപ്പോൾ 2002 ഏപ്രിൽ 1 അസറ്റ് വാങ്ങിയിട്ടുണ്ട്. 50,000 രൂപ അതിന് വേണ്ടി ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്, അതുകൊണ്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി 50,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 5 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി 50,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് മുടക്കി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എത്ര രൂപയാണ് അസറ്റിൻ്റെ മൂല്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 5,50,000. 5 ലക്ഷം പ്ലസ് 50,000 ആണ്.
ഇനി സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് പിന്നെ അതായത് ഈ പറയുന്ന അസറ്റിൻ്റെ 10 വർഷം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാൽവേജ് വാല്യൂ നമുക്കൊരു 10,000 രൂപ കിട്ടും. 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് വിൽക്കുകയാണെങ്കിൽ 10,000 രൂപ കിട്ടും. നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ജേണൽ എൻട്രി എഴുതണം. 2002-2003 മാത്രം എഴുതിയാൽ മതി. ജേണൽ എൻട്രി എഴുതണം. പക്ഷേ പ്ലാന്റ് അക്കൗണ്ട്, അതായത് നമ്മൾ വാങ്ങിയ അസറ്റ് അക്കൗണ്ടിൻ്റെയും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെയും ആദ്യത്തെ 3 വർഷത്തെ അക്കൗണ്ടുകൾ എഴുതി തയ്യാറാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. എല്ലാ വർഷവും 31 മാർച്ചിലാണ്. ഡിപ്രീസിയേഷൻ ഫോം ചാർജസ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഇവിടെ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിപ്രീസിയേഷൻ നേരെ അസറ്റിലേക്ക് കൊണ്ടുവന്ന് എഴുതുന്നതാണ് ആദ്യത്തെ മെത്തേഡ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജേണൽ എൻട്രി ആദ്യമേ ജേണൽ എൻട്രി എഴുതുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ടിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ ജേണൽ എൻട്രിയിലേക്ക് പോകും. ജേണൽ എൻട്രിയിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്ന് നമുക്കറിയാം. അതിനുശേഷം അസറ്റ് വാങ്ങുന്നു. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അതായത് നമ്മളുടെ എത്ര രൂപ നിങ്ങൾ മുടക്കി? 5 ലക്ഷം മുടക്കിയാണ് അസറ്റ് വാങ്ങിയത്. ശരി, ആദ്യമേ നമ്മൾ 5 ലക്ഷം രൂപ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 5 ലക്ഷം രൂപ മുടക്കിയല്ലോ. അതിനുശേഷം ടു ബാങ്ക് അക്കൗണ്ടിലേക്ക്, അത് ബാങ്ക് വഴിയാണ് കൊടുത്തത് എന്ന് കരുതുക. ഇത് വഴിയാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ല, ബാങ്ക് വഴിയാണ്. വലിയ എമൗണ്ട് ആയതുകൊണ്ട് ബാങ്ക് വഴി തന്നെയായിരിക്കും കൊടുത്തത്. സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് വഴിയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ മുടക്കി അല്ലേ? പ്ലാന്റ് വാങ്ങാൻ 5 ലക്ഷം മുടക്കി. പ്ലാന്റ് കൂടുകയാണല്ലോ. പക്ഷേ വേറൊരു പ്രശ്നമാണ്, നമ്മൾ പറഞ്ഞല്ലോ 50,000 രൂപ പിന്നെയും മുടക്കി. ഇത് അസറ്റ് വാങ്ങിയ വിലയാണ്, പർച്ചേസ് കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആണ്. പക്ഷേ ഇത്ര മാത്രമല്ല അസറ്റിൻ്റെ വില അല്ലേ? നമ്മൾ പറഞ്ഞു 50,000 രൂപ പിന്നീട് ഇൻസ്റ്റലേഷന് വേണ്ടി മുടക്കി. അതും യഥാർത്ഥത്തിൽ എന്താണ്? ഈ പ്ലാന്റിൻ്റെ ചിലവല്ലേ? അപ്പോൾ യഥാർത്ഥം 5 ലക്ഷം മാത്രമല്ല പ്ലാന്റിൻ്റെ വില, ഇനി ഒരു 50,000 കൂടെ ഉണ്ട്. അപ്പം നമ്മളത് ഒന്നും കൂടെ എഴുതുകയാണ്. ഒന്നുകൂടെ എഴുതുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡേറ്റിൽ തന്നെ ഒന്നുകൂടെ നമ്മൾ എഴുതുന്നു പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എന്താ കാര്യം അങ്ങനെ എഴുതാൻ? അവിടെ 50,000 എഴുതാൻ കാരണം എന്താണ്? ഇൻസ്റ്റലേഷൻ ചാർജസ് ആണ് നമ്മൾ കൊടുത്തെങ്കിൽ ഇൻസ്റ്റലേഷൻ ചാർജസ് എന്ന് എഴുതിയാൽ പോരാ, പ്ലാന്റ് അക്കൗണ്ട് എന്ന് തന്നെ എഴുതണം. എന്താ കാര്യം? ഇൻസ്റ്റലേഷൻ ചാർജാണ് കൊടുത്തതെങ്കിൽ അത് പ്ലാന്റിലേക്ക്, നമ്മുടെ അസറ്റിൻ്റെ വിലയാണ് കൂടുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപ നമ്മൾ മുടക്കി അസറ്റ് വാങ്ങിയത് നമ്മൾ ചാർജ് ചെയ്തു. പിന്നീട് അതിന് ഉണ്ടായ അഡീഷണൽ ചാർജ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചാർജ് 50,000 എന്ന് നമ്മൾ എഴുതി. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. എന്താണ്? 5 ലക്ഷം പ്ലസ് 50,000, 5,50,000 എന്ന് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. നമുക്കത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് നമ്മളിവിടെ എഴുതിയത്. അത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. എത്രയാണ്? 5,50,000 എന്ന് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അസറ്റിൻ്റെ വില 5,50,000 ആണ്. 5 ലക്ഷം പ്ലാന്റിൻ്റെ വിലയും 50,000 ഇൻസ്റ്റലേഷൻ ചാർജും. അത് രണ്ടും യഥാർത്ഥത്തിൽ പ്ലാന്റിൻ്റെ മൂല്യത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 എൻട്രിയും ഇങ്ങനെ വന്നത്. മനസ്സിലായല്ലോ? 5 ലക്ഷം രൂപ പ്ലാന്റ് വാങ്ങിയ വില, അപ്പോൾ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഇൻസ്റ്റലേഷൻ ചാർജ് 50,000 രൂപ മുടക്കി, അതും പ്ലാന്റിൻ്റെ വിലയാണ്. ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഡെബിറ്റ് ചെയ്താൽ പോരാ, അത് നമ്മൾ പ്ലാന്റിലേക്ക് പ്ലാന്റായിട്ട് തന്നെ പരിഗണിക്കുന്നു. അപ്പോൾ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് 50,000. നിങ്ങൾക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ഒന്നിച്ച് വേണമെങ്കിൽ 5,50,000 എന്ന് എഴുതാമായിരുന്നു, ഒറ്റ ഒരു ജേണൽ എൻട്രിയിൽ തന്നെ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി നമുക്ക് അതിൻ്റെ ഡിപ്രീസിയേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. എത്ര രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ? പ്ലാന്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്, ഇൻസ്റ്റലേഷൻ ചാർജ് 50,000 ആണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് അസറ്റിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്ലാന്റ് വാങ്ങുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ചേരുമ്പോഴാണ് അസറ്റിൻ്റെ വിലയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലാന്റിൻ്റെ കോസ്റ്റ് 5,50,000 ആണ്. അതിൻ്റെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. അത് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. സാൽവേജ് വാല്യൂ 10,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലൈഫ് 10 വർഷമാണ്, അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സാൽവേജ് വാല്യൂ കുറച്ച് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് 5,50,000 ആണ്, 10,000 രൂപയുടെ സാൽവേജ് വാല്യൂ ആണ്, 10 വർഷം എൻ്റെ ലൈഫാണ്. നമ്മൾ നേരത്തെ പ്രകാരം ചെയ്യുമ്പോൾ എത്ര വരും? 54,000 രൂപയാണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഓരോ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 54,000 രൂപ ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പോൾ ഈ 2002 നിങ്ങൾ ഈ അസറ്റ് വാങ്ങി, ഏപ്രിൽ മാസം വാങ്ങി, ഈ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്നാണ്? 1/4/2002 എന്ന് പറയുന്ന വർഷത്തിൻ്റെ തുടക്കമാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഈ അക്കൗണ്ട് അവസാനിപ്പിക്കുന്ന എന്നാണ്? 31/3/2000. എല്ലാ വർഷവും മാർച്ച് 31-നാണ് കണക്ക് ക്ലോസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണ് 1/4/2002 തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാ കണക്ക് അവസാനിപ്പിക്കുക? അടുത്ത വർഷമായിട്ടുള്ള 31 മാർച്ച് 2003. അപ്പോൾ 31/3/2003, അതായത് അടുത്ത വർഷം
അടുത്ത വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ? അസറ്റ് ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലേ? 1/4/2002 മുതൽ 31/3/2003 വരെ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം അസറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കൊടുക്കണ്ടേ? ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കൊടുക്കണം. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ? അസറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്ന? അസറ്റിൻ്റെ വില കുറയും. അപ്പോൾ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് കുറയല്ലേ ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ? തേയ്മാനമാണ്. തേയ്മാനം കാരണം അസറ്റ് കുറയും. അപ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് പുതിയതായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെൻസിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അങ്ങനെയാണ് ജേണൽ എൻട്രി എന്ത് വരും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് വരുന്നു. അത് എത്രയാണ്? 54,000 ആണ് ഡിപ്രീസിയേഷൻ. അത് എങ്ങോട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ? ടു പ്ലാന്റ് അക്കൗണ്ട്. പ്ലാന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അസറ്റിലേക്ക് ഡിപ്രീസിയേഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അസറ്റിൻ്റെ വില കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ പ്ലാന്റ്. അസറ്റ് കുറഞ്ഞാൽ അസറ്റിനെ ക്രെഡിറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ് കൂടിയാൽ അസറ്റിന് ഡെബിറ്റ്. അതുകൊണ്ടാണ് വാങ്ങുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അസറ്റ് കുറഞ്ഞപ്പോൾ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അത് നമുക്കറിയാവുന്ന നിയമമാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിപ്രീസിയേഷൻ മാറ്റുമ്പോൾ അസറ്റ് കുറയും, അതുകൊണ്ട് അസറ്റിന് ക്രെഡിറ്റ്. അപ്പം ഈ 54,000 എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റഡ് ഫ്രം പ്ലാന്റ് എന്ന് നമ്മൾ അതിൻ്റെ നരേഷനായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ വർഷം അവസാനം തന്നെ എന്ത് ചെയ്യും? ഈ ഡിപ്രീസിയേഷൻ ഇങ്ങനെ ഇട്ടാൽ പോരാ. ഡിപ്രീസിയേഷൻ നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞല്ലോ. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്യാൻസൽ ചെയ്യണം യഥാർത്ഥത്തിൽ. അതായത് ഡിപ്രീസിയേഷൻ എല്ലാ എക്സ്പെൻസിനെയും ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഡിപ്രീസിയേഷനെയും കൊണ്ടുവരണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യുക? എക്സ്പെൻസ് പുതിയതായിട്ട് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. എക്സ്പെൻസ് ആൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ആൾറെഡി ഉണ്ടായി കഴിഞ്ഞു. നമ്മൾ അത് ഡെബിറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യലാണ് വേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യുകയും വേണം? ഡിപ്രീസിയേഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ജേണൽ എൻട്രി മാത്രമേ നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷത്തെ ജേണൽ എൻട്രി ഇങ്ങനെയാണ്. സാധാരണ ഇതിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. ഇനി നമുക്ക് ഈ പറയുന്ന പലപ്പോഴും ജേണൽ എൻട്രി പലപ്പോഴും ചോദിക്കുന്നത് ചിലപ്പം 1-2 മാർക്കിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സാധ്യത കുറവായിരിക്കും. നമ്മളത്തെ അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്. പ്രധാനമായിട്ട് അസറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കണം. അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ് അക്കൗണ്ട് ഒന്ന് വരയ്ക്കാം. ഇത് ആ പ്ലാന്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എന്നാണ് വാങ്ങുന്നത്? 1/4/2002 വാങ്ങുന്നത്. ജേണൽ എൻട്രി നമ്മൾ ഇങ്ങോട്ട് നേരത്തെ പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? പ്ലാന്റ് കൂടുമ്പോൾ അപ്പോൾ പ്ലാന്റിനെ ഡെബിറ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്? ജേണൽ എൻട്രി നോക്കി പ്ലാന്റിനെ ഡെബിറ്റാണ് ചെയ്തിരിക്കുന്നത് വാങ്ങുമ്പോൾ അല്ലേ? അപ്പോൾ എന്ത് എഴുതും? ടു ബാങ്ക്. അതിൻ്റെ കോസ്റ്റ് 5 ലക്ഷം. വീണ്ടും പ്ലാന്റിന് രണ്ടാമതും ജേണൽ എൻട്രി ഡെബിറ്റാണ് ചെയ്തിരിക്കുന്നത്. അതായത് അസറ്റ് കൂടുമ്പോഴെല്ലാം അസറ്റിൻ്റെ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അസറ്റ് കുറയുമ്പോഴെല്ലാം അസറ്റിൻ്റെ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? അസറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അത് നമ്മൾ ആലോചിച്ച് നോക്കുക. അസറ്റ് കൂടുമ്പോൾ അസറ്റിൻ്റെ ഡെബിറ്റാണ്, അപ്പോൾ അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അസറ്റ് കുറയുമ്പോൾ അസറ്റിന് ക്രെഡിറ്റാണ്, അസറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ 1/4/2002 നമ്മൾ വാങ്ങിയ വില എഴുതി. ഇനി എന്ത് വേണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ഈ വർഷത്തിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട എന്നാ വർഷത്തിൻ്റെ അവസാനം? 31/3/2003. ജേണൽ എൻട്രി വെച്ച് നോക്കാം, അല്ലാതെ നമുക്ക് ചിന്തിക്കാം. ഡിപ്രീസിയേഷൻ കാരണം അസറ്റ് കുറയുകയല്ലേ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ എഴുതണം? അസറ്റ് കുറയാൻ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതി. ഇനി നമ്മൾ എത്ര രൂപയാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ടായ 54,000 എഴുതി. ഇനി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യണം. വേറെ ഒന്നും എഴുതാനില്ല. കാരണം ആ അസറ്റ് വാങ്ങി അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഇനി അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം അല്ലേ? ബാലൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഡെബിറ്റ് സൈഡാണ് കൂടുതലെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 5,50,000. രണ്ട് സൈഡിൽ 5,50,000 എഴുതുക. കുറവുള്ള സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് അതിൻ്റെ ഡിഫറൻസ് എഴുതണം. അതായത് ആ 5,50,000 നിന്ന് ക്രെഡിറ്റ് സൈഡ് കിടക്കുന്ന 54,000 കുറയ്ക്കണം അല്ലേ? അപ്പോൾ എത്ര വരും? ഡിഫറൻസ് എത്രയാണ്? 4,96,000 എന്ന് വരുന്നത്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം വർഷം വീണ്ടും നമ്മൾ അടുത്ത വർഷം എന്ന് പറയുന്നത് എന്താണ്? 31/1/2003 ഈ വർഷം അവസാനിച്ചു. അടുത്ത വർഷം തുടങ്ങുന്നത് 1/4/2003 നമ്മൾ 3 വർഷം ഈ അക്കൗണ്ട് തയ്യാറാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1/4/2003 തുടങ്ങിയപ്പോൾ എന്താ വരിക? ബാലൻസ് ബ്രോ ഡൗൺ കൊണ്ടുപോകണം. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് എത്രയാണ്? 31/3/2003 ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഈ വർഷത്തെ ബാലൻസ് ബ്രോ ഡൗൺ. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് എത്രയാണ്? ബാലൻസ് ക്യാരി ഡൗൺ 4,96,000. അതിവിടെ കൊണ്ടുവന്നു. പുതിയതായിട്ട് അസറ്റ് വല്ലതും വാങ്ങുന്നുണ്ടോ? ഈ വർഷം വാങ്ങുന്നില്ല. വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. പക്ഷേ വാങ്ങുന്നില്ല. വാങ്ങുന്നതായിട്ടൊന്നും പറയുന്നില്ല ക്വസ്റ്റ്യനിൽ.
അപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം ആ വർഷത്തെ 31/3/2004 ഡിപ്രീസിയേഷൻ ആ വർഷത്തിൻ്റെ അവസാനം എന്നാണ് 1/4/2003 തുടങ്ങി എന്നാൽ അവസാനിക്കുന്നത് 31/3/2004 അടുത്ത വർഷം മാർച്ചിൽ അവസാനിക്കുന്നു. എന്തായിരുന്നു ഡിപ്രീസിയേഷൻ എത്രയാണ്? എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ്. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷം എത്ര തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ? 54,000. ഇനി വേറെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊന്നും ചെയ്യുന്നില്ല അസറ്റ്. അപ്പം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ എത്രയാണ്? 4,96,000 തന്നെയാണ്. അത് രണ്ട് സൈഡിൽ നമ്മൾ എഴുതുന്നു. ഡിഫറൻസ് എത്രയാണ്? 4,96,000 നിന്ന് 54,000 കുറയ്ക്കുന്നതാണ് നമ്മളുടെ ഡിഫറൻസ്. അത് നമ്മൾ ആ വർഷത്തിൻ്റെ അവസാനം 31/3/2004 ബാലൻസ് ക്യാരി ഇടണമെന്നും പറഞ്ഞ് അവിടേക്ക് എഴുതുന്നു. ആ ഡിഫറൻസ് ഏതാണ്? 4,96,000 നിന്ന് 54,000 കുറയ്ക്കുന്ന ആ ഡിഫറൻസ് ബാലൻസ് ക്യാരി ഇടണമെന്നും പറഞ്ഞ് 4,42,000 എഴുതുന്നു. ഇനി അടുത്ത വർഷം തുടങ്ങുന്നത് എന്നാണ്? 31/3/2004 അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം തുടങ്ങുന്നത് 1/4/2004 അവിടെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ബാലൻസ് ബ്രോ ഡൗൺ, നേരത്തെ ബാലൻസ് ക്യാരി ഡൗൺ 4,42,000 ഇവിടേക്ക് കൊണ്ടുവരുന്നു ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട്. ഈ വർഷം നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനം 1/4/2004 തുടങ്ങി എന്ന് അവസാനിക്കുന്നത് 31/3/2005 അവസാനിക്കുന്നു. അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതേ എമൗണ്ട് തന്നെ 54,000. അതിനുശേഷം വീണ്ടും ബാലൻസ് ചെയ്യുന്നു അല്ലേ. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. രണ്ട് സൈഡിൽ 4,42,000 രണ്ട് സൈഡിൽ എഴുതി വെച്ചു. അതിനുശേഷം ഡിഫറൻസ് 4,42,000 നിന്ന് 54,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഫറൻസ് നമ്മൾ അവിടെ എഴുതുന്നു. ഈ 3,88,000. ഇപ്പോൾ 3 വർഷത്തെ അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത് പ്ലാന്റിൻ്റെ. അത് നമ്മൾ വരച്ചു. ഇനി ഒരു അക്കൗണ്ട് കൂടെ വരയ്ക്കാൻ നമ്മളടുത്ത് മിക്കവാറും അസറ്റ് അക്കൗണ്ട് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കൂടെ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ചോദിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ അസറ്റാണ് ചോദിച്ചുകൂടായികയില്ല. അപ്പം നമ്മൾ ആദ്യം എന്താണ് ഡിപ്രീസിയേഷനെ നമ്മൾ എന്താ ചെയ്തത്? ഡിപ്രീസിയേഷനെ നമ്മൾ ആദ്യം ഡെബിറ്റ് ചെയ്തു പിന്നെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ആദ്യം ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും, അസറ്റിലേക്ക് മാറ്റിയല്ലേ ചെയ്യുന്നത്. നമ്മൾ ആ ജേണൽ എൻട്രി നോക്കി, ആ ജേണൽ എൻട്രിയിലേക്ക് നോക്കൂ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്ലാന്റ് എന്നാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം. എന്തെഴുതും? പ്ലാന്റ് അക്കൗണ്ട് എന്നെഴുതിയിട്ട് നമ്മൾ 54,000 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ നോക്കൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നേരം എന്താ ഡിപ്രീസിയേഷൻ ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിൻ്റെ അവസാനം 31/3/2003 എല്ലാം വർഷത്തിൻ്റെ അവസാനമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എത്ര എഴുതും? 54,000 എന്ന് എഴുതണം. അപ്പോൾ ഇത് രണ്ടും ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഇതേപോലെയാണ്. ഡെബിറ്റ് സൈഡിൽ അസറ്റിൻ്റെ പേര് എഴുതും, കാരണം അസറ്റിലേക്കാണല്ലോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതേപോലെ പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. അപ്പോൾ ഒന്നാമത്തെ വർഷം ഇങ്ങനെയാണ് 54,000 രണ്ട് സൈഡിൽ എഴുതി. രണ്ടാമത്തെ വർഷം എന്നാണ്? രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം, അതായത് 2003 31/3/2003 അടുത്ത് തുടങ്ങുന്ന വർഷം 1/4/2003 അവസാനിക്കുന്നത് 31/3/2004. അടുത്ത വർഷത്തിൻ്റെ അവസാനം എന്ന് വെച്ചാൽ എന്താണ്? 31/3/2004. വീണ്ടും ഇതേപോലെ തന്നെ എങ്ങോട്ടാണ് ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയ ജേണൽ എൻട്രി എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്ലാന്റ് എന്നാണ് നമ്മൾ എഴുതിയത്. അതായത് ഡിപ്രീസിയേഷനെ ഉണ്ടാകുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യും അല്ലേ. ഉണ്ടാകുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്തത് ആ പ്ലാന്റ് എക്സ്പെൻസ് ആണ്. ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്തു, പ്ലാന്റ് എന്ന് എഴുതി 54,000. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ്? നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതും അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് രണ്ട് സൈഡും തുല്യം ഇല്ലാതായിപ്പോയില്ല അല്ലേ. രണ്ട് സൈഡും വന്നപ്പോൾ ക്യാൻസൽ ആയിപ്പോയി. അതായത് പിന്നെ ഉണ്ടായ സമയത്ത് പ്ലാന്റ് എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതി, ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അവസാനിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്തപ്പോഴേക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതി. വീണ്ടും അതേപോലെ തന്നെ എമൗണ്ട് എഴുതി. മൂന്നാമത്തെ വർഷം അതേപോലെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് പ്ലാന്റ് നമ്മൾ എഴുതി 54,000 എഴുതി. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിച്ചു 54,000 എന്ന് എഴുതി. അപ്പോൾ ഈ പറയുന്ന ഇതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഡിസ്പോസൽ ഓഫ് അസറ്റ് ഓർ സെയിൽ ഓഫ് അസറ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന അസറ്റിനെ നമ്മൾ വിറ്റ് കളയാറുണ്ട്. ഈ വിറ്റ് കളയുന്ന എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അതായത് ചിലപ്പോൾ ഉപയോഗ കാലക്രമത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ചെയ്യേണ്ടത്? when asset is sold there may be profit or loss. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകാം. ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? ഒരു അസറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ ജേണൽ എൻട്രി ഒന്ന് നോക്കാം. എങ്ങനെയാണ് എൻ്റെ ജേണൽ എൻട്രി? അസറ്റ് വിൽക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എങ്ങനെയാണ്?
നമുക്കറിയാം അസറ്റ് വിൽക്കുന്നു, അസറ്റ് കുറയുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അസറ്റ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരുന്നത്? ബാങ്ക് വഴിയാണ് സെയിൽ വിൽക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അസറ്റ്. കാരണം എന്താ? അസറ്റ് കുറയുന്നു, ബാങ്കിൽ അതിൻ്റെ പൈസ കിട്ടുന്നു, ബാങ്ക് അക്കൗണ്ട് കൂടുന്നു. ഇതാണ് ജേണൽ എൻട്രി അസറ്റ് വിൽക്കുമ്പോൾ. ഇനി ലാഭമാണെങ്കിലോ, ലാഭം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാഭമാണെങ്കിലുള്ള ജേണൽ എൻട്രി പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക. അസറ്റിനെ വീണ്ടും ഡെബിറ്റ് ചെയ്യും. അസറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന് നമ്മൾ ആദ്യമേ പറഞ്ഞു എക്സ്പെൻസും അതേപോലെ തന്നെ ലോസും ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. എക്സ്പെൻസുകളും ലോസും ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റും അതേപോലെ ഇൻകവും ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. പ്രത്യേകം ആലോചിച്ച് വെക്കുക. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ജേണൽ എൻട്രി വരുന്നത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. എന്താ കാര്യം? പ്രോഫിറ്റും അതേപോലെ തന്നെ ഇൻകവും ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. എക്സ്പെൻസ് നേരത്തെ നമ്മൾ ഡിപ്രീസിയേഷൻ ഉണ്ടായപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് അല്ലേ ചെയ്തത്. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ മാറ്റിയപ്പോൾ നിങ്ങൾ നേരത്തെ ജേണൽ എൻട്രി എടുത്ത് നോക്കുക, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റാണ് ചെയ്തത്. കാരണം എന്താണ്? എക്സ്പെൻസും അതേപോലെ തന്നെ ലോസും ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിലോ, പ്രോഫിറ്റോ ഇൻകവോ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പകരം ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ച് വെക്കുക. പ്രോഫിറ്റ് ആണ് അസറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഈ ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്താണ് ജേണൽ എൻട്രി വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അസറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അസറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു അസറ്റ് വിൽക്കുമ്പോൾ ലാഭനഷ്ടം കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ തന്നെ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മെസേഴ്സ് സിംഗാനിയ ആൻഡ് ബ്രദേഴ്സ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഫോർ ₹5 lakh on April 1, 2002 and spent ₹50,000 for installation. The salvage value of the plant after its useful life of 4 years. നമ്മൾ നേരത്തെ 10 വർഷമാണ്. ഇപ്പോൾ 4 വർഷം ഉപയോഗിച്ചതിന് ശേഷം അസറ്റിൻ്റെ വില സാൽവേജ് വാല്യൂ 50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ ഒരു അസറ്റ് വിറ്റിട്ടുണ്ട്. അസറ്റ് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4/2005 ഈ അസറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. 75,000 രൂപയ്ക്ക് വിറ്റിട്ട് അതേ ഡേറ്റിൽ തന്നെ മറ്റൊരു പ്ലാന്റ് വാങ്ങിയെന്നാണ് പറയുന്നത്. ആൻഡ് അനദർ പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഓൺ ദി സെയിം ഡേറ്റ്. 7 ലക്ഷം രൂപ എടുത്ത് അതേ ഡേറ്റിൽ നമ്മൾ മറ്റൊരു അസറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന് പുതിയ അസറ്റിന് 20% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ് പ്ലാന്റ് അക്കൗണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ പ്ലാന്റ് അക്കൗണ്ട് തയ്യാറാക്കുക. അതേപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാ വർഷത്തിൻ്റെയും അവസാനം മാർച്ച് 31 എല്ലാ വർഷവും അവസാനിക്കുന്നത് മാർച്ച് 31 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ് 2002 ആദ്യമായി വാങ്ങിയത്. 50,000 രൂപ ഇൻസ്റ്റലേഷന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അതേപോലെ സാൽവേജ് വാല്യൂ, ഈ പറയുന്ന ഒരു പ്ലാന്റിൻ്റെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആണ്? 50,000 ആണ്. അത് എത്ര നാൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ 4 വർഷം ഉപയോഗിക്കാം. സാൽവേജ് വാല്യൂ 50,000 ആണ്. ഈ അസറ്റ് പിന്നീട് വിൽക്കുന്നുണ്ട്. 2005 1/4/2005 തുടക്കത്തിൽ, 2005 എന്ന് പറയുന്ന വർഷത്തിൻ്റെ തുടക്കത്തിൽ, അക്കൗണ്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വിൽക്കുന്നുണ്ട്. 75,000 രൂപയ്ക്കാണ് വിറ്റത്. വിറ്റതിന് ശേഷം അതേ ഡേറ്റിൽ തന്നെ പുതിയൊരു പ്ലാന്റ് വാങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വാങ്ങിയ പ്ലാന്റിന് 20% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് യഥാർത്ഥത്തിലൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ ആദ്യമേ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആനുവൽ ഡിപ്രീസിയേഷൻ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് വിൽക്കുന്ന ആദ്യം നമ്മൾ വാങ്ങിയ അസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആനുവൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്ലാന്റിൻ്റെ കോസ്റ്റ് നമ്മൾ എത്ര രൂപ കൊടുത്താണ് വാങ്ങിയത്? 5 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് വാങ്ങിയത്. പിന്നെ പറയുന്നത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞൊരു 50,000 രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട്. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5,50,000 ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം സാൽവേജ് വാല്യൂ എന്ന് പറയുന്നതാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, 50,000 എന്നാണ് സാൽവേജ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്.
ലൈഫ് എന്ന് പറയുന്നത് 4 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആകെ 4 വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എത്ര വരും? ടോട്ടൽ കോസ്റ്റ് മൈനസ് സാൽവേജ് ഡിവൈഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 5,50,000 സാൽവേജ് വാല്യൂ എത്രയാണ്? 50,000. ലൈഫ് ഇൻ ഇയേഴ്സ് എത്ര വർഷം ഉപയോഗിക്കാം? 4 വർഷം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ എത്ര വരും എന്നറിയാമോ? 1,25,000 രൂപ. അതായത് എല്ലാ വർഷവും നിങ്ങൾ 1,25,000 രൂപ വെച്ച് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേക കണക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ അസറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. ഈ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം. അസറ്റ് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് അവിടെ തന്നിട്ടുണ്ട്. 75,000 രൂപ നമുക്ക് കിട്ടിയെന്ന് അവിടെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അറിയേണ്ട കാര്യം ഇതാണ്, ഈ അസറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ ലാഭമാണോ നഷ്ടമാണോ, അസറ്റ് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് നമുക്കറിയണം. അപ്പോൾ അത് അറിയാൻ എന്താണ് മാർഗം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന ലാഭനഷ്ടങ്ങൾ കണ്ടെത്താൻ ആസ്തി വിൽക്കുന്ന സമയത്ത് വിൽക്കുന്ന ആസ്തിയുടെ പുസ്തക വില കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആസ്തിയുടെ പുസ്തക വില. അതെന്താണെന്ന് നമുക്ക് ഇതിൻ്റെ തൊട്ട് പുറകെ പറയാം. അതായത് വിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നാണോ വിൽക്കുന്നത്, വിൽക്കുന്ന ആ ഒരു ഡേറ്റിൽ ഇതിൻ്റെ ആസ്തിയുടെ പുസ്തക വില അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിൽക്കുന്ന സമയത്തുള്ള ബുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ബുക്ക് വാല്യൂ? അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ എന്നാണ്. അപ്പോൾ എന്താണ് ബുക്ക് വാല്യൂ? അതായത് അസറ്റിൻ്റെ ഒറിജിനൽ വില എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. അതായത് വിൽക്കുമ്പോൾ വരെയുള്ള, എന്നാണോ വിൽക്കുന്നത് അന്ന് വരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് ബുക്ക് വാല്യൂ? അപ്പോൾ നമുക്കത് ഇവിടെ പരിശോധിക്കാം. അസറ്റിൻ്റെ ഒറിജിനൽ വിലയിൽ നിന്ന് എന്നാണോ വിൽക്കുന്നത് അന്ന് വരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കും. ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വിറ്റ വില, ഇവിടുത്തെ കേസിൽ യഥാർത്ഥത്തിൽ 75,000 രൂപയാണ്. ഈ വിറ്റ വിലയും ഈ ബുക്ക് വാല്യൂയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും, താരതമ്യപ്പെടുത്തി നോക്കും. വിറ്റ വിലയാണ് കൂടുതലെങ്കിൽ നമുക്ക് ലാഭം, ബുക്ക് വാല്യൂ ആണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ വിറ്റ വില കുറവാണെങ്കിൽ നമുക്ക് നഷ്ടം. അപ്പോൾ ഇതാണ് സംഗതി. നിങ്ങൾ ആദ്യമേ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ബുക്ക് വാല്യൂവിനെ നിങ്ങൾ സെയിൽ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യണം, അതായത് വിറ്റ വിലയുമായിട്ട് കമ്പയർ ചെയ്യണം. വിറ്റ വില കൂടുതലാണെങ്കിൽ ലാഭം, വിറ്റ വില കുറവാണെങ്കിൽ നഷ്ടം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ബുക്ക് വാല്യൂ? നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ പ്ലാന്റ് വാങ്ങിയത് 1/4/2005 ആണ്. വിറ്റത് 1/4/2005. അതായത് 1/4/2002 എന്ന് പറയുമ്പോൾ 2002 തുടക്കത്തിൽ വാങ്ങി. അതേപോലെ വിറ്റതെന്നാണ് 2005 തുടക്കത്തിൽ വിറ്റു. അപ്പോൾ എത്ര നാൾ നിങ്ങളിത് ഉപയോഗിച്ചു എന്ന് നോക്കാം. എത്ര നാൾ ഉപയോഗിച്ചു അത്രയും നാളത്തെ ഡിപ്രീസിയേഷൻ ആദ്യം കണ്ടുപിടിക്കണം. എത്ര നാൾ നിങ്ങൾ വിൽക്കുന്നതിന് മുമ്പ് എത്ര നാൾ ഇത് ഉപയോഗിച്ചോ അത്രയും നാളത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ എത്ര നാൾ ഇത് ഉപയോഗിച്ചു നമുക്ക് നോക്കാം. നമ്മൾ ഉപയോഗിച്ചതെന്ന് പറയുന്നത് 1/4/2002 മുതൽ 31/3/2003 ഒരു വർഷം. ആദ്യത്തെ ഒരു വർഷം നമ്മൾ എടുക്കാം. ആദ്യത്തെ ഒരു വർഷം ഉപയോഗിച്ചല്ലേ 1/4/2002 മുതൽ വിറ്റ വർഷം വരെയുള്ള എത്ര പീരീഡ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 2002 മുതൽ 2003 വരെ ഒരു വർഷം നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലേ. 1/4/2002 മുതൽ 31/3/2003 വരെ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർഷത്തിൽ ഫസ്റ്റ് ഇയറിൽ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട്, ഒരു വർഷം എത്ര രൂപയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 1,25,000 നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ വർഷം നമ്മൾ 1,25,000 രൂപ വെച്ചാണ് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ 1,25,000 ആദ്യത്തെ വർഷം നമ്മൾ ഉപയോഗിച്ചപ്പോൾ എത്ര ഡിപ്രീസിയേഷൻ കഴിഞ്ഞു? 1,25,000. അസറ്റിൻ്റെ 1,25,000 നഷ്ടപ്പെട്ടു ഡിപ്രീസിയേഷൻ വഴി. ഇനി രണ്ടാമത്തെ വർഷം നമ്മൾ ഉപയോഗിച്ചല്ലോ. രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ 2003 മുതൽ 2004 വരെ നമ്മൾ വീണ്ടും ഉപയോഗിച്ചു. വിൽക്കുന്നതിന് മുമ്പാണ് ഈ പീരീഡും. 2003 മുതൽ 2004 അതായത് സെക്കൻഡ് ഇയർ
രണ്ടാമത്തെ വർഷം നമ്മൾ ഉപയോഗിച്ചല്ലോ, അപ്പോൾ എത്ര രൂപ ഡിപ്രീസിയേഷൻ വീണ്ടുമായി? 1,25,000. മൂന്നാമത്തെ വർഷം നമ്മൾ ഇത് ഉപയോഗിച്ചല്ലോ, എന്ന് മുതലാണ്? 1/4/2004 മുതൽ, അതായത് 31/3/2004 അവസാനിക്കുന്നത് സെക്കൻഡ് ഇയർ ആണ്. അടുത്ത വർഷം തുടങ്ങുന്നത് 1/4/2004 31/3/2005 എന്നാണ് അവസാനിക്കുന്നത് 31/3/2005. അപ്പോൾ തേർഡ് ഇയറിൽ നമ്മൾ ഉപയോഗിച്ചു എത്ര ഡിപ്രീസിയേഷൻ? 1,25,000. നാലാമത്തെ വർഷം നമ്മളിത് ഉപയോഗിച്ചോ? ഇല്ല. എന്താ കാര്യം? 1/4/2005 ഇത് വിറ്റു, 31/3/2005 ഇത് അവസാനിച്ചു അല്ലേ? നിങ്ങൾ നോക്കിയ ഡേറ്റ് അവസാനത്തെ തേർഡ് ഇയർ അവസാനിക്കുന്നതെന്നാണ് 31/3/2005, കണ്ടോ? പക്ഷേ എന്നാണ് നമ്മൾ വിറ്റത്? 1/4/2000, അതായത് തൊട്ട് പിറ്റേ ദിവസം, അതായത് മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നു. അടുത്ത ദിവസം എന്ന് പറയുന്നത് അടുത്ത അക്കൗണ്ടിങ് ഇയർ ആണ് 1/4/2005. ആ 2005 തുടക്കത്തിൽ തന്നെ വിൽക്കുന്നു. അപ്പോൾ എത്ര വർഷം ഉപയോഗിച്ചപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് 2005 അടുത്ത വർഷം, നാലാമത്തെ വർഷം എടുക്കേണ്ട കാര്യമില്ല, കാരണം തുടക്കത്തിൽ തന്നെ വിറ്റു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ 3 വർഷമാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ വർഷം 1,25,000, രണ്ടാമത്തെ വർഷം 1,25,000, മൂന്നാമത്തെ വർഷം 1,25,000. അപ്പോൾ ആകെ നിങ്ങൾ 3 വർഷം ഉപയോഗിച്ചു. അപ്പോൾ ആകെ എത്ര ഡിപ്രീസിയേഷനായി? വിൽക്കുന്നതിന് മുമ്പ് 3,70,75,000. അതായത് നിങ്ങൾ വിൽക്കുന്നതിന് മുമ്പ് അസറ്റ് ഉപയോഗിച്ചപ്പോൾ ആകെ എത്ര ഡിപ്രീസിയേഷൻ അതിനുണ്ടായിട്ടുണ്ട്? 3,70,75,000 രൂപയുടെ ഡിപ്രീസിയേഷൻ അതിന് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ വർഷം 1,25,000, അങ്ങനെ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ എടുക്കുമ്പോൾ വിൽക്കുന്നതിന് മുമ്പ് അസറ്റിന് ആകെ എത്ര തേയ്മാനം സംഭവിച്ചു? 3,70,75,000 രൂപയുടെ തേയ്മാനം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂവിന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താണ് ഒറിജിനൽ കോസ്റ്റ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് 5,50,000 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി വേണ്ടത് എന്താണ്? ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒറിജിനൽ കോസ്റ്റ് 5,50,000 അല്ലേ? പിന്നെ ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ, വിൽപ്പനയ്ക്ക് മുമ്പ് വരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് കുറയ്ക്കുകയാണ്. 3,70,75,000 കുറയ്ക്കുന്നു. അപ്പോൾ ബാക്കി എത്ര വരുന്നേ? നമ്മുടെ ബുക്ക് വാല്യൂ എത്രയാണ്? 5,50,000 ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ, വിൽപ്പനയുടെ സമയം വരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,70,75,000 രൂപയാണ്. അപ്പോൾ ബുക്ക് വാല്യൂ എത്രയാണ്? 1,70,75,000. വിറ്റ സമയത്ത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ 1,70,75,000 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സെയിൽ പ്രൈസ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 75,000 ആണ്. അപ്പോൾ ബുക്ക് വാല്യൂ കൂടുതലും സെയിൽ പ്രൈസ് കുറവല്ലേ? അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? നഷ്ടം. എന്നുവെച്ചാൽ സെയിൽ പ്രൈസ് കുറഞ്ഞു പോയി, ബുക്ക് വാല്യൂ ആണ് കൂടുതൽ, സെയിൽ പ്രൈസ് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് നഷ്ടം സംഭവിച്ചു. എത്ര രൂപ നഷ്ടം സംഭവിച്ചു? ലോസ് എത്രയാണ്? 1,70,75,000 മൈനസ് 1,70,75,000, അല്ലെങ്കിൽ തിരിച്ചായാലും, അതായത് സെയിലിൽ നിന്ന് നിങ്ങൾ ബുക്ക് വാല്യൂ കുറയ്ക്കുന്നു. അപ്പോൾ -1 ലക്ഷം. -1 ലക്ഷം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോസ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ലോസ്, കാരണം സെയിൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് വെക്കുക. അപ്പം മനസ്സിലാക്കുക, ഇപ്പോൾ സെയിൽ പ്രൈസ് കുറവാണ്, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നഷ്ടമാണ്. അപ്പം നമുക്ക് 1 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു. ഇനി നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു, നഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിൽ അസറ്റ് അക്കൗണ്ട് മാത്രം നിങ്ങൾ ചെയ്താൽ, അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്? അതായത് പ്ലാന്റ് അക്കൗണ്ട് മാത്രം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പ്ലാന്റ് അക്കൗണ്ട് മാത്രം വരയ്ക്കാനേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയൊന്നും അവലംബിക്കാതെ തന്നെ ഈ പ്രോബ്ലം വേണമെങ്കിൽ എളുപ്പമാർഗ്ഗത്തിൽ ചെയ്യാം. പക്ഷേ അത് കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിലേ പറ്റൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു നടപടിക്രമത്തിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് അക്കൗണ്ട് ഒന്ന് വരച്ച് നോക്കാം. എന്നാണ് ഈ പ്ലാന്റ് വാങ്ങുന്നത്? നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. പ്ലാന്റ് വാങ്ങുന്നത് 1/4/2002 ടു ബാങ്ക്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, ഒരുമിച്ച് കൂട്ടി വേണേലും എഴുതാം. തൽക്കാലം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുന്നു. 5 ലക്ഷം രൂപ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കി, 50,000 രൂപ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ ആയി. അത് രണ്ടും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. അപ്പം ഇത് രണ്ടാണ് അസറ്റിൻ്റെ വില എന്ന് പറയുന്നത്. ബാങ്ക് 5 ലക്ഷം രൂപ നമ്മൾ മുടക്കി, ഇൻസ്റ്റലേഷൻ ചാർജ് രണ്ടും ഒരുമിച്ച് എഴുതിയാലും മതി. ടു ബാങ്ക് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ രണ്ടോട് ചേർത്ത് 5,50,000 ഒരുമിച്ച് വേണേലും എഴുതാം. തൽക്കാലം നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഇനി നമ്മൾ എന്ത് വേണം? ആദ്യത്തെ വർഷം വിൽക്കുന്നതൊന്നും ഇല്ലല്ലോ, അത് നമുക്കതിൻ്റെ ആ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നതാണ് 1/4/2002 തുടങ്ങി 31/3/2003 അവസാനിക്കുമ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ? ആ വർഷത്തിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,25,000. അത് നമ്മൾ ചാർജ് ചെയ്തു. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യണം. നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ 5,50,000 വരുന്നു. രണ്ട് സൈഡിൽ 5,50,000 എഴുതി. ഡിഫറൻസ് നമ്മൾ ആ വർഷത്തിൻ്റെ അവസാനം 31/3/2003 ഡിഫറൻസ് ആയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി.
ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് എത്രയാണ്? 4,25,000 അടുത്ത വർഷം 2003 അതിൻ്റെ തുടക്കം, 2003 തുടക്കം എന്ന് പറയുമ്പോൾ അവിടെയും ബാലൻസ് ബ്രോ ഡൗൺ, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കൊണ്ടുവരണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 2003 നമ്മൾ ഒന്നും വിൽക്കുകയോ ഒന്ന് വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ വർഷത്തെ നേരെ അവസാനത്തെ ഡിപ്രീസിയേഷൻ മാത്രം ചാർജ് ചെയ്താൽ മതി. ആ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 31/3/2004 ആണ്. 1/4/2003 തുടങ്ങി അടുത്ത വർഷം 31/3/2007 അവസാനിക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ലല്ലോ, 1,25,000 തന്നെയാണ്. കാരണം എല്ലാ വർഷവും ഒരേ ഡിപ്രീസിയേഷനാണ് ചാർജ് ചെയ്യുന്നത്. വീണ്ടും നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. നമുക്കറിയാം ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ, 4,25,000. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? അത് കുറവുള്ള സ്ഥലത്ത് നമ്മൾ എഴുതുന്നു ഡിഫറൻസ് എത്രയാണ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞിട്ട്. ആ ഡിഫറൻസ് 4,25,000 നിന്ന് 1,25,000 കുറയ്ക്കുന്നു അല്ലേ. 4,25,000 നിന്ന് ഡിപ്രീസിയേഷനായ 1,25,000 കുറച്ചിട്ട് 3 ലക്ഷം ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുന്നു. മൂന്നാം വർഷവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടുവരുന്നു. കഴിഞ്ഞ വർഷത്തെ ബാലൻസാണ്, 3 ലക്ഷം ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം വേറെ പ്രശ്നമൊന്നുമില്ല, അവിടെയും നമ്മൾ വിൽക്കുന്നില്ലല്ലോ. വിൽക്കാത്തത് കൊണ്ട് ആ വർഷത്തിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. 31/3/2005 മുൻ വർഷത്തിൽ പോലെ തന്നെ നമ്മൾ അവിടെയും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് ആ മുൻ വർഷത്തിൽ ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഡിഫറൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ഡിഫറൻസ് എടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്ത വർഷത്തിലേക്ക് പോകണം. 1/4/2005 പോകണം. 1/4/2005 പോകുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം. ആ വർഷം നമ്മൾ ആദ്യമേ ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടുവരണം. ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന വർഷത്തിൻ്റെ അവസാനം പോകുന്നതിന് മുമ്പ് ആ വർഷം വല്ല അസറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നടന്നത് ഈ പറയുന്ന 2005 എന്ന് പറയുന്ന വർഷത്തിലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ വിറ്റു അല്ലേ, ഈ അസറ്റ് വിറ്റല്ലോ. അതായത് നമ്മളുടെ ആദ്യം വാങ്ങിയ അസറ്റ് വിറ്റതായിട്ട് പറയുന്നുണ്ട്. എന്നാ വിറ്റത്? അടുത്ത ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിറ്റു എന്നാണ് പറയുന്നത്. 1/4/2005 തന്നെ ഇത് വിറ്റു അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. വിൽക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? അസറ്റ് കുറയല്ലേ ചെയ്യുന്നത് അല്ലേ. അസറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നിങ്ങൾ നോക്കുക, വാങ്ങിയപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം? ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതണം. വിൽക്കുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് വരികയാണ്, അസറ്റ് കുറയുകയാണ്. അസറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയതെന്നാണ് അവിടെ എഴുതേണ്ടത്. 75,000 രൂപയാണ് നമ്മൾക്ക് കിട്ടിയത്. 75,000 രൂപ നമ്മൾക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് വിറ്റപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? നമുക്കുണ്ടായത് എന്താണ്? നഷ്ടമാണോ ലാഭമാണോ? നമുക്ക് നഷ്ടമല്ലേ ഉണ്ടായത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ഇവിടെ പറയുകയാണ്. നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, ലാഭമാണ് എന്നുണ്ടെങ്കിൽ പ്ലാന്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, മറന്നു പോകരുത്. ലാഭമാണ് എന്നുണ്ടെങ്കിൽ പ്ലാന്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പ്ലാന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും. ലാഭമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അസറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. അങ്ങനെയാണ് ഇവിടെ നഷ്ടമാണല്ലോ. നഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അസറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് തന്നെ എഴുതണം. 1/4/2005 അതേ ഡേറ്റ് തന്നെ നഷ്ടം ഉണ്ടായപ്പോൾ എന്ത് എഴുതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച നഷ്ടം? 1 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലാഭമാണെങ്കിൽ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ലാഭം അല്ലല്ലോ, നമുക്ക് നഷ്ടമല്ലേ സംഭവിച്ചത്. നഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ നഷ്ടം നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, 1 ലക്ഷം രൂപയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നഷ്ടം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില പ്രോബ്ലത്തിൽ നമുക്കത് വളരെ ഈസി അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊസീജിയർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വിറ്റ വിലയും നമ്മൾ 75,000 എന്ന് എഴുതി. അതേപോലെ തന്നെ നഷ്ടം 1 ലക്ഷം നമ്മൾ കണ്ടുപിടിച്ച അതും നമ്മൾ എഴുതി വെച്ചു. ഇനി ആ വർഷം വേറെയും സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ. സെയിം ഡേറ്റിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. സെയിം ഡേറ്റിൽ തന്നെ അസറ്റ് വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1/4/2005 വീണ്ടും അസറ്റ് വാങ്ങിയിട്ടുണ്ട്. അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതും. ബാങ്ക് വഴിയാണല്ലോ വാങ്ങുന്നത്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് വാങ്ങിയത്? 7 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. ഇനി നിങ്ങൾ നോക്കൂ, ഈ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമോ? വിറ്റ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണോ? വിറ്റ അസറ്റിന് പൂർണ്ണമായിട്ട് ആദ്യത്തെ ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അസറ്റ് വിറ്റു. അതുകൊണ്ട് അതിന് ഡിപ്രീസിയേഷൻ ഒന്നും ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
പക്ഷേ പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ, പുതിയ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ്ടേ? വേണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എത്രയാണ് ചാർജ് ചെയ്യേണ്ടത്? നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്ര മാത്രം ഡിപ്രീസിയേഷനാണ് ചാർജ് ചെയ്യേണ്ടത്? 20% ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,40,000 രൂപ നമ്മൾ ചാർജ് ചെയ്യണം. അപ്പോൾ 1,40,000 രൂപ നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ 31/3/2006 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചാർജ് ചെയ്യുന്നു? 1,40,000 രൂപ ചാർജ് ചെയ്യുന്നു പുതിയ അസറ്റിന്. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും കൂട്ടി നോക്കുക. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 8,70,000, ക്രെഡിറ്റ് സൈഡിലും അതേപോലെ 8,70,000 എന്ന് എഴുതുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ 1,40,000 എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പഴയ അസറ്റ് ആൾറെഡി പോയി കഴിഞ്ഞു. പുതിയ അസറ്റിന് നമ്മൾ 1,40,000 ഡിപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഡെബിറ്റ് സൈഡ് ഈ പറഞ്ഞ 8,70,000 ബാലൻസ് എത്ര വരും? 8,70,000 നിന്ന് അതെല്ലാം ഒന്ന് കുറച്ചാൽ മതി. 75,000, 1,00,000, 1,40,000 അതെല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 5,60,000 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ പ്ലാന്റ് അക്കൗണ്ട് വരച്ച് തയ്യാറാക്കുന്നത്. സാധാരണ ഇത് പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഒരു ഇത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് പറയുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അല്പം കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക്. ഇതേപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്. അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെറിയൊരു മാറ്റത്തോടു കൂടി. മെസ്സേഴ്സ് സംഘാനി ആൻഡ് ബ്രദേഴ്സ് പർച്ചേസ് എ പ്ലാന്റ് ഫോർ ₹6 lakh on April 1, 2002. The plant was sold on 1/10/2004 for $3,20,000. Another plant was purchased on the same date for $9 lakh. Depreciation is chargeable at 20% per annum on the original cost of asset. അപ്പോൾ ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയ മീൻസ് ക്വസ്റ്റ്യൻ്റെ ഒരു രീതി ഒന്ന് തന്നെയാണ്. പക്ഷേ എമൗണ്ടിനകത്തും ഡേറ്റിനകത്തും ഒക്കെ ചെറിയൊരു മാറ്റമുണ്ട്. പുതിയൊരു അസറ്റ് വാങ്ങി അതിന് 6 ലക്ഷം രൂപയാണ്. അതേപോലെ തന്നെ പിന്നെ ഈ പറയുന്ന അസറ്റ് വിറ്റ, നമ്മളൊരു പ്ലാന്റ് വാങ്ങിയതിന് ശേഷം വിറ്റ ഡേറ്റും പറയുന്നുണ്ട്. 1/10/2004 ഇത് വിറ്റു. 2002 ഏപ്രിൽ വാങ്ങിയതിന് ശേഷം 1/10/2004 ഇത് വിൽക്കുമ്പോൾ അത് കിട്ടുന്ന വില അവിടെ പറയുന്നുണ്ട് 3,20,000. സെയിം ഡേറ്റിൽ തന്നെ മറ്റൊരു പ്ലാന്റ് വാങ്ങിയ കാര്യം പറയുന്നുണ്ട് 9 ലക്ഷം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് സാൽവേജ് വാല്യൂ ലൈഫ് ഒന്നും തന്നിട്ടില്ല. പകരം പറയുന്നത് ഡിപ്രീസിയേഷൻ 20% വെച്ച് ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇത് ഡിപ്രീസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്, ഡിപ്രീസിയേഷൻ 20% പെർ ആനം ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് അർത്ഥം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുക എന്നാണ്. അവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ തരാം. 20% വെച്ച് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 31/3/2005 വരെയുള്ള അസറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 20% ആണെന്ന് നേരിട്ട് പറയുന്നുണ്ട്. 20% കൂടി നിങ്ങൾ ഗുണിച്ചാൽ മതി, പ്രശ്നമെല്ലാം തീരും ഇവിടെ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ബുക്ക് വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് ബുക്ക് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ എന്നാണ്. ഡിപ്രീസിയേഷൻ വിൽക്കുമ്പോൾ വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം. അതാണ് നമ്മളുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ലാഭം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽ പ്രൈസ് കൂടുതലാണെങ്കിൽ ലാഭം, സെയിൽ പ്രൈസ് കുറവാണെങ്കിൽ നഷ്ടം. അപ്പോൾ നമുക്ക് ആദ്യമേ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ. വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബുക്ക് വാല്യൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് നോക്കാം. പ്ലാന്റ് വാങ്ങിയത് 1/4/2002 1/10/2004 ഇത് വിറ്റത്. അപ്പോൾ രണ്ടാമത്തെ വർഷം എത്ര വർഷം നാളിത് ഉപയോഗിച്ചു നോക്കണം. 2 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഇത് വിറ്റു. അതായത് 1/4/2002 മുതൽ 31/3/2003 വരെ, 1/4/2003 മുതൽ 31/3/2004 വരെ, പിന്നീട് അത് ഒക്ടോബർ 1 വിറ്റു. അപ്പോൾ നിങ്ങളൊന്ന് നോക്കേണ്ടത്, നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളിത് ഉപയോഗിച്ചു എന്ന്, അത്രയും നാളത്തെ ഡിപ്രീസിയേഷനാണ് എടുക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കൂ,
1/4/2002 മുതൽ 31/3/2003 വരെ ആദ്യത്തെ വർഷം മുഴുവൻ ഉപയോഗിച്ചല്ലോ. ആദ്യത്തെ വർഷം മുഴുവൻ ഉപയോഗിച്ചു 2002 മുതൽ 2003 വരെ. എത്രയാണ് ഡിപ്രീസിയേഷൻ? 20% നേരിട്ട് എടുക്കുകയാണ് വേണ്ടത്. 6 ലക്ഷം രൂപയാണ് അസറ്റ് വാങ്ങിയത്. ഇവിടെ നമ്മൾ 20%ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ 20% എത്രയാണ്? 1,20,000 ആണ്. അപ്പോൾ നേരിട്ട് ഞങ്ങൾ ഗുണിച്ചെഴുതിയാൽ മതി. 6 ലക്ഷം ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 1,20,000. രണ്ടാമത്തെ വർഷം നമുക്ക് നോക്കാം. 1/4/2003 മുതൽ 31/3/2004 വരെ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഉപയോഗിച്ചു അല്ലേ. രണ്ടാമത്തെ വർഷം 31/3/2004 വിറ്റൊന്നും ഇല്ലല്ലോ, അത് കഴിഞ്ഞിട്ടാണ് വിറ്റത്. അപ്പോൾ രണ്ടാമത്തെ വർഷവും നമ്മൾ ഉപയോഗിച്ചു. അതും ഇതേപോലെ 6% വെച്ച് അല്ല 20% തന്നെയാണ്. അതും എമൗണ്ടിന് മാറ്റമൊന്നുമില്ല, 1,20,000. പക്ഷേ മൂന്നാമത്തെ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മൂന്നാമത്തെ വർഷം നമ്മൾ മുഴുവൻ ഉപയോഗിച്ചു. മൂന്നാമത്തെ വർഷം എന്നാ തീരുന്നത്? 1/4/2004 തുടങ്ങി 31/3/2005 തീരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ അതിന് മുമ്പേ വിറ്റു. എത്ര നാൾ ഉപയോഗിച്ചു? ഏപ്രിൽ മുഴുവൻ ഉപയോഗിച്ചു അല്ലേ. ഏപ്രിൽ 1-ാം തീയതിയാണ് വാങ്ങിയത്. അപ്പം ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ ഒരു മാസം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഏപ്രിൽ മുഴുവൻ ഉപയോഗിച്ചു, ഒന്നാമത്തെ ഒരു മാസമായി. മെയ് മുഴുവൻ ഉപയോഗിച്ചു, 2 മാസമായി. ജൂൺ മുഴുവൻ ഉപയോഗിച്ചു, 3 മാസമായി. ജൂലൈ മുഴുവൻ ഉപയോഗിച്ചു, 4 മാസമായി. ഓഗസ്റ്റ് മുഴുവൻ ഉപയോഗിച്ചു, 5 മാസമായി. സെപ്റ്റംബർ മുഴുവൻ ഉപയോഗിച്ചു, 6 മാസമായി. ഒക്ടോബറിൽ നമ്മൾ ഉപയോഗിച്ചോ? ഇല്ല. ഒക്ടോബറിൽ 1-ാം തീയതി തന്നെ വിറ്റു. അപ്പോൾ ഒക്ടോബറിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിറ്റു. അപ്പം നമ്മൾ എത്ര മാസം എടുക്കണം? ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ ഇതിനെ ഉപയോഗിച്ചു. ഏപ്രിൽ മുഴുവൻ ഉപയോഗിച്ചില്ലേ, കാരണം ഏപ്രിൽ 1-ാം തീയതി വാങ്ങിയത്. അപ്പോൾ ഏപ്രിൽ മുഴുവൻ ഉപയോഗിച്ചു. അപ്പോൾ ഏപ്രിൽ മുഴുവൻ ഉപയോഗിച്ചു, മെയ് മുഴുവൻ ഉപയോഗിച്ചു, ജൂൺ മുതൽ മുഴുവൻ, ജൂലൈ മുഴുവൻ ഉപയോഗിച്ചു, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം നമ്മളിത് ഉപയോഗിച്ചു. 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര? പകുതി ഡിപ്രീസിയേഷനിൽ എടുക്കാൻ പറ്റൂ. ഒരു വർഷമാണ് ഡിപ്രീസിയേഷൻ എങ്കിൽ 1,20,000. 6 മാസമാണെങ്കിൽ അതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ എത്ര നാളത്തെ എടുക്കണം? 60,000 രൂപ. പകുതി എടുക്കണം, പകുതി ഡിപ്രീസിയേഷൻ എടുക്കണം. 3 മാസമാണ് ഉപയോഗിക്കുന്നത്, എന്ത് ചെയ്യും? 3/12. ആകെയുള്ള ഡിപ്രീസിയേഷനെ 3/12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 2 മാസമാണ് ഉപയോഗിച്ചെങ്കിൽ 2/12 കൊണ്ട് ഗുണിക്കും. 6 മാസമാണ് ഉപയോഗിച്ചെങ്കിൽ 6/12. അതെന്ന് പറയുന്നത് പകുതിയാണ്. അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 6 മാസത്തെ ഡിപ്രീസിയേഷൻ പകുതിയെ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആകെ ഡിപ്രീസിയേഷൻ എത്രയാണ്? വിറ്റപ്പോൾ ഡിപ്രീസിയേഷൻ, വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. വിൽക്കുന്നതിന് വരെയുള്ള നമ്മുടെ ഡിപ്രീസിയേഷൻ 3 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? നമുക്കിതിൻ്റെ ലാഭമാണോ ബുക്ക് വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. ബുക്ക് വാല്യൂ കണ്ടുപിടിക്കുക. ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. ഒറിജിനൽ കോസ്റ്റ് 6 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് വാല്യൂ എത്രയാണ്? 6 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറയ്ക്കുന്നു. 3 ലക്ഷമാണ് ഡിപ്രീസിയേഷൻ അപ് ടു, അതായത് വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ 3 ലക്ഷമാണ്. അപ്പോൾ ബുക്ക് വാല്യൂ എത്രയാണ്? ബുക്ക് വാല്യൂ നമുക്ക് 3 ലക്ഷം എന്ന് കിട്ടി. അതായത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ, വിൽപ്പന വരെയുള്ള ഡിപ്രീസിയേഷൻ അവിടെ 3 ലക്ഷം എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 3 ലക്ഷം രൂപയാണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിറ്റ വില എത്രയാണ്? 3,20,000 അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ലാഭമാണോ നഷ്ടമാണോ? നമുക്ക് ലാഭമാണ്. എന്താ കാര്യം? സെയിൽ പ്രൈസ് കൂടുതലാണ്. സെയിൽ പ്രൈസ് കൂടുതലായതുകൊണ്ട്, ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതലായതുകൊണ്ട് 20,000 രൂപ ലാഭം. കാരണം ബുക്ക് വാല്യൂ ആണ് കുറവ്, സെയിൽ പ്രൈസ് കൂടുതലാണ്, 20,000 രൂപ കൂടുതലാണ്. അപ്പോൾ 20,000 രൂപ നമ്മുടെ ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് അക്കൗണ്ട് ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/4/2002 അസറ്റ് വാങ്ങുന്നു. ബാങ്ക് അക്കൗണ്ടിലെ കോസ്റ്റ് എത്രയാണ്? 6 ലക്ഷം തന്നെ. അതിനകത്ത് പ്രത്യേകം ഒന്നുമില്ല. ഇനി പിന്നെ ആ വർഷം നമുക്ക് അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യല്ല, കാരണം അസറ്റിൻ്റെ വേറെ ഇൻസ്റ്റലേഷൻ ചാർജ് ഒന്നുമില്ല. 6 ലക്ഷം നേരിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ അസറ്റിന് വേറെ ആ വർഷം വേറെ വാങ്ങുകയും വിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. നേരത്തെയൊക്കെ ചെയ്തതുപോലെ ആ വർഷത്തിൻ്റെ അവസാനം നമ്മൾ 31/3/2003 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. എവിടെ ചെയ്യണം? അസറ്റ് കുറയണം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. എത്രയാണ് ഡിപ്രീസിയേഷൻ? 1,20,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ആ വർഷം ഇല്ലല്ലോ, ബാലൻസ് ചെയ്യാം. എവിടെയാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 6 ലക്ഷം. അപ്പോൾ വ്യത്യാസം എവിടെയാണ് വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം വരും, 4,80,000. അടുത്ത വർഷം ഈ ബാലൻസ് കൊണ്ടുവരുന്നു. ബാലൻസ് ക്യാരി ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ബാലൻസായ 4,80,000 കൊണ്ടുവരുന്നു. ആ വർഷം നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നേരെ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. 31/3/2004 നേരത്തെ ഇതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. 1,20,000 എഴുതി. നേരത്തെ ഇതുപോലെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 2,04,80,000 എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ വ്യത്യാസം എത്രയാണ്? വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 3,60,000 അത് നമ്മളവിടെ എഴുതി വെച്ചു, 3,60,000. ഇനി അടുത്തതെന്ന് പറയുന്നത് 1/4/2004 അടുത്ത വർഷം തുടക്കമാണ്. ഈ വർഷമാണ് പ്രശ്നങ്ങളെല്ലാം, വിൽപ്പനയും വാങ്ങലും എല്ലാം അവിടെ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കൊണ്ടുവന്നു 3,60,000.
അതിനുശേഷം സംഭവിച്ചത് എന്താണ്? 1/10/2004 1/10/2004 അസറ്റ് വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ബാങ്ക് വഴി പണം കിട്ടി. അപ്പം നമ്മളിവിടെ ബാങ്കാണ് എടുക്കുന്നത്. അപ്പോൾ ബാങ്ക് വഴി പണം കിട്ടിയ കാര്യം, അസറ്റ് വിറ്റുമ്പോൾ അസറ്റ് കുറയുകയല്ലേ ചെയ്യുന്നത്. പ്ലാന്റ് വിൽക്കുന്നു, പ്ലാന്റ് കുറയുന്നു. അപ്പോൾ പ്ലാന്റിൻ്റെ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്രയാണ് കിട്ടിയത്? 3,20,000. നമുക്കിവിടെ ഉണ്ടായത് ലാഭമാണോ നഷ്ടമാണോ? നമ്മൾ പറഞ്ഞു ലാഭമാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നഷ്ടമാണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നഷ്ടമാണെങ്കിൽ പ്ലാന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ലാഭമാണെങ്കിൽ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. നേരത്തെ നഷ്ടമായിരുന്നു വന്നത്, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയത്. ഇവിടെ ലാഭമായതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം. എത്രയാണ് ലാഭം? 20,000 രൂപയാണ് ലാഭം. ഇനി ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും അസറ്റ് പുതിയതായിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ട്. അതേ ഡേറ്റിൽ തന്നെ പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ട്. 1/10/2004 പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് വഴി പുതിയ അസറ്റ് വാങ്ങി. അപ്പോൾ എത്ര രൂപയുടെ അസറ്റാണ് വാങ്ങുന്നത്? 7 ലക്ഷം രൂപയുടെ അസറ്റാണ് നമ്മൾ വാങ്ങിയത്. ഇനി ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പുതിയ അസറ്റിന് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം അല്ലേ? പുതിയ അസറ്റിന് എന്തായാലും 1/10/2004 വാങ്ങിയത്, അതായത് വർഷത്തിൻ്റെ നടുക്ക് വെച്ചാണ് നമ്മൾ വാങ്ങിയത് അല്ലേ? അപ്പോൾ പുതിയ അസറ്റിന് 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മൾ വിറ്റ അസറ്റിന് ഡിപ്രീസിയേഷൻ ഇവിടെ കാണണം. ഈ വിറ്റ അസറ്റ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലാണോ വിറ്റത്? തുടക്കത്തിലാണ് വിറ്റെങ്കിൽ നിങ്ങൾ ഡിപ്രീസിയേഷൻ കാണേണ്ട കാര്യമേ ഇല്ല. വിറ്റ അസറ്റ് ഡിപ്രീസിയേഷൻ കാണുമോ? ഇല്ല. എങ്ങനെയാണെങ്കിൽ തുടക്കത്തിലാണ് വിറ്റെങ്കിൽ നിങ്ങൾ ഡിപ്രീസിയേഷൻ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ തുടക്കത്തിലാണോ വിറ്റത്? അല്ല, തുടക്കത്തിലല്ല വിറ്റത്. 6 മാസം കഴിഞ്ഞിട്ടല്ലേ വിറ്റത്. അപ്പോൾ 6 മാസം നമ്മൾ ഉപയോഗിച്ചില്ലേ? അങ്ങനെ 6 മാസം ഉപയോഗിച്ചെങ്കിൽ 6 മാസത്തെ തേയ്മാനം നമ്മൾ എടുക്കണ്ടേ? വേണം. അപ്പോൾ വിറ്റ അസറ്റ് വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ വിറ്റെങ്കിൽ ആ വർഷം ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നല്ലേ അർത്ഥം അല്ലേ? 1/4/2004 തന്നെയാണ് നിങ്ങൾ വിറ്റതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അസറ്റിനെ വിറ്റതെങ്കിൽ പഴയ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണോ? വേണ്ട. വർഷത്തിന് തുടക്കത്തിലാണോ? വേണ്ട, കാരണം അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേ പറ്റൂ. 6 മാസം ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വിറ്റത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. ഏതിൻ്റെ? വിറ്റ അസറ്റിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. പുതിയതായിട്ട് വാങ്ങിയ അസറ്റ് എത്ര നാൾ ഉപയോഗിച്ചു? വർഷത്തിൻ്റെ പകുതി വെച്ചല്ലേ വാങ്ങിയത്? 6 മാസം ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. വിറ്റ അസറ്റ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, അതായത് 1/4/2004 തന്നെയാണ് നിങ്ങൾ വിറ്റതെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഡിപ്രീസിയേഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അന്നത്തെ ഡേറ്റിലാണോ നമ്മൾ ഈ അസറ്റ് വിറ്റിരിക്കുന്നത്? അല്ല, 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞ് 1/10/2004 നമ്മളിത് വിറ്റത്. അപ്പോൾ നിങ്ങൾ എത്ര നാൾ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്? പഴയ അസറ്റ് നമ്മൾ 6 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. 6 മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഈ വർഷത്തിൻ്റെ തുടക്കത്തിലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അസറ്റ് വിറ്റത്. അപ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുക്കണ്ടേ? എത്ര നാൾ ഉപയോഗിച്ചോ ആ ഉപയോഗിച്ച നാളത്തെ ഡിപ്രീസിയേഷൻ എടുക്കണം എന്നുള്ളതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുക്കണം. അതേപോലെ പുതിയ അസറ്റിനെ സംബന്ധിച്ച് 6 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം 1/10/2004 വാങ്ങിയത്. അപ്പോൾ 6 മാസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. 1/10/2004 മുതൽ 31/3/2005 വരെ 6 മാസം അത് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം പഴയ അസറ്റ് 6 മാസം ഉപയോഗിച്ചിട്ട് വിറ്റു. അപ്പോൾ അതിൻ്റെ 6 മാസം ഡിപ്രീസിയേഷൻ എന്തായാലും എടുത്തേ പറ്റൂ. അതേപോലെ പുതിയ അസറ്റ് 6 മാസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷനാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. പുതിയ പ്ലാന്റിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 9 ലക്ഷം രൂപയാണ് പുതിയ പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത്. അതിൻ്റെ 20% എന്ന് പറയുന്നത് നമ്മൾ എടുക്കുക. പകുതി 6 മാസമല്ലേ ഉപയോഗിച്ചുള്ളൂ, 6/12 അല്ലെങ്കിൽ പകുതി എടുക്കും. 90,000 രൂപ മാത്രമാണ് പുതിയ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ വിറ്റ പ്ലാന്റ് 6 മാസം ഉപയോഗിച്ച്, അതുകൊണ്ട് നമുക്കെന്ത് വേണം? 6 മാസം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതായത് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് വിൽക്കുന്നതെങ്കിൽ, വർഷത്തിൻ്റെ തുടക്കത്തിലാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് വിറ്റത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വർഷത്തിൻ്റെ തുടക്കത്തിലല്ല, 6 മാസം ഉപയോഗിച്ചിട്ടാണ് വിറ്റത്. അപ്പോൾ അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുക്കണം. 6,20,000 പകുതി. അപ്പോൾ ആകെ എത്ര ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയാമോ? പഴയ അസറ്റിന് 90,000, വിറ്റ അസറ്റിൻ്റെ 6 മാസം ഉപയോഗിച്ച ഡിപ്രീസിയേഷൻ പുതിയ അസറ്റിന് 90,000, വിറ്റ അസറ്റിൻ്റെ അല്ലെങ്കിൽ പഴയ അസറ്റിൻ്റെ 6 മാസം ഉപയോഗിച്ച 60,000 ചേർത്ത് 1,50,000 രൂപയുടെ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ എടുക്കേണ്ടതുണ്ട്. 31/3/2005 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,50,000. അപ്പോൾ ഇത് പഴയ അസറ്റിൻ്റെ ഉണ്ട്, പുതിയ അസറ്റിൻ്റെ ഉണ്ട്. എന്താ പഴയ അസറ്റിൻ്റെ എടുക്കാൻ കാരണം? അത് 6 മാസം ഉപയോഗിച്ചതുകൊണ്ട് 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുക്കുന്നു. പുതിയ അസറ്റ് 6 മാസം ഉപയോഗിച്ചു, അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതോട് ഇത് അവസാനിക്കുകയാണ്. നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 10,80,000. അത് 2 സൈഡിലും എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് ആയിട്ടുള്ള
ബാലൻസ് ക്യാരി ഡൗൺ 10,80,000 നിന്ന് ആ 3,20,000 1,50,000 കുറച്ചാൽ മതി. ആ ഡിഫറൻസ് ആയിട്ടുള്ള 6,10,000 എന്ന് പറയുന്ന എമൗണ്ട് നമ്മളവിടെ എഴുതുന്നു. അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ് അക്കൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതാണ് നമ്മളുടെ ഡിപ്രീസിയേഷനെ സംബന്ധിച്ചുള്ള പ്രോബ്ലം. ഇത് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു സെഷനിൽ നോക്കാം.